ന്യൂസിലാൻഡിനെ ഓസ്ട്രേലിയയുടെ സംസ്ഥാനമാക്കി മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു. പുതിയ സംവാദത്തിന് തുടക്കമിട്ട് രാഷ്ട്രീയ വിമർശകനും അഭിപ്രായ സർവേ വിദഗ്ധനുമായ ഡേവിഡ് ഫെറാർ ഓസ്ട്രേലിയയിൽ നിന്ന് പെനീന മാത്യു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഓസ്ട്രേലിയൻ സംസ്ഥാനമായി ന്യൂസിലൻഡിനെ മാറ്റുന്നത് സംബന്ധിച്ചുള്ള ദീർഘകാല ചർച്ചകൾ വീണ്ടും ശക്തമായി. ന്യൂസിലൻഡിലെ പ്രമുഖ രാഷ്ട്രീയ വിമർശകനും അഭിപ്രായ സർവേ വിദഗ്ധനുമായ ഡേവിഡ് ഫെറർ അടുത്തിടെ നടത്തിയ അഭിപ്രായ പ്രകടനമാണ് ഈ സംവാദങ്ങൾക്ക് പുതിയ ജീവൻ നൽകിയിരിക്കുന്നത്. ഈ നിർദ്ദേശത്തെ പിന്തുണയ്ക്കുന്നവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് സാമ്പത്തികപരമായ നിരവധി നേട്ടങ്ങളാണ്. ഇരു രാജ്യങ്ങൾക്കും ഒരുമിച്ച് ഒരു വലിയ സാമ്പത്തിക ശക്തിയായി മാറാനും വിപുലമായ ഒറ്റ വിപണി സൃഷ്ടിക്കാനും അതുവഴി ആഗോളതലത്തിൽ കൂടുതൽ ശക്തമായ സ്വാധീനം ചെലുത്തുവാനും സാധിക്കുമെന്നാണ് അവരുടെ വാദം. എന്നാൽ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ ഉൾപ്പെടെയുള്ള ഈ ആശയത്തെ ശക്തമായി എതിർക്കുന്നവർ ഉയർത്തുന്ന പ്രധാന ആശങ്ക ന്യൂസിലൻഡിന്റെ പരമാധികാരം നഷ്ടപ്പെടും എന്നുള്ളതാണ്. തനതായ സാംസ്കാരിക വ്യക്തിത്വവും രാഷ്ട്രീയ സ്വയംഭരണവും ഇല്ലാതാകുന്നത് ഒരു പ്രധാന പ്രശ്നമായി അവർ കാണുന്നു. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വ്യത്യസ്തമായ രാഷ്ട്രീയ മുൻഗണനകളും നിയമവ്യവസ്ഥകളും ഈ ഏകീകരണത്തിന് വെല്ലുവിളിയാകുമെന്നും എതിർക്കുന്നവർ വാദിക്കുന്നു. ചരിത്രപരമായ രേഖകൾ പ്രകാരം 19-ാം നൂറ്റാണ്ടിൽ പോലും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭാഗമായിരിക്കുമ്പോൾ തന്നെ ഇത്തരം ഒരു ഏകീകരണത്തിനുള്ള സാധ്യതകൾ ബ്രിട്ടനും ഓസ്ട്രേലിയയും ചർച്ച ചെയ്തിരുന്നു. കാലാകാലങ്ങളിൽ ഉയർന്നു വരുന്ന ഈ നിർദ്ദേശം കേവലം രാഷ്ട്രീയപരമായ ഒരു നീക്കമായി കാണാനാവില്ല. ഇത് ഓഷ്യാനൻ മേഖലയിലെ രണ്ട് അയൽ രാജ്യങ്ങളുടെ ദേശീയ സ്വത്വം, ഭാവി, സാമ്പത്തിക നിലനിൽപ്പ് എന്നിവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഓഷ്യാനിയൻ മേഖലയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇത് എന്ത് മാറ്റങ്ങളാകും വരുത്തുക എന്ന ചോദ്യം ഇപ്പോഴും ഒരു സമവായത്തിലെത്താതെ സങ്കീർണമായി നിലനിൽക്കുന്നു. ഓസ്ട്രേലിയയിൽ നിന്നും 24 വേണ്ടി പെനീന മാത്യു.